നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ നാം നോക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. അതാണ് സ്വപ്നം. എത്ര മനോഹരമായ ഒരു വാക്കാണ് സ്വപ്നം എന്നത്. ഈ ലോകത്ത് സ്വപ്നങ്ങൾ കാണാത്തവരായി ആരുണ്ട്? ഒരു കുഞ്ഞു ജീവൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന നിമിഷം ഒരു മാതാവും പിതാവും കൂടിയാണ് ജനിക്കുന്നത്. ആ സമയം മുതൽ ആ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഈ ലോകത്തെയോ ജീവിതത്തെയോ കുറിച്ച് ഒന്നും അറിയാതെ ജനിച്ചു വീണ ആ കുഞ്ഞുറങ്ങുമ്പോൾ അതിൻ്റെ മുഖത്തേക്ക് അല്പനേരം നോക്കിയിരുന്നാൽ അവിടെ പല ഭാവങ്ങളും മിന്നിമറയുന്നത് കാണാൻ സാധിക്കും. ഇതേ കുട്ടി അല്പം മുതിർന്നു കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങളും വളർന്നു തുടങ്ങുന്നു. ശാസ്ത്രം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ സ്വപ്നം എന്നത് എല്ലാ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ഒന്നാണ്. ജീവിതം എന്നത് സുഖങ്ങളും ദുഃഖങ്ങളും ഇടകലർന്നതാണ്. അങ്ങനെയുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നത് സ്വപ്നങ്ങളാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് തന്നെ ഒരു സ്വപ്നം ആണ്. കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന് നിങ്ങൾ കരുതുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ആഗ്രഹങ്ങളും ചിന്തകളും വികാരങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണുവാൻ ശ്രമിക്കുക. ഏത് കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ഒരു സ്വപ്നം നെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിൽ മാത്രമേ അത് നേടിയെടുക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ ആ മാർഗങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. എങ്കിലും അതിൻ്റെ അവസാനം വിജയകരമായ ഒരു സ്വപ്ന സാക്ഷാത്കാരം ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം, ജീവിതത്തെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ കാണുവാനും അതിനെ നേടിയെടുക്കുവാനും ഉള്ള നിങ്ങളുടെ സമയം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഒരു സ്വപ്നം തകർന്നു പോയി എന്ന് കരുതി മറ്റൊന്ന് കാണാതെ ഇരിക്കരുത്. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളെ പലപ്പോഴും തകർക്കുന്നത് തോറ്റുപോകുമോ എന്ന നിങ്ങളുടെ ഭയമാണ്. അതിനാൽ എൻ്റെ സ്വപ്നം നേടിയെടുക്കും എന്ന മനസ്സോടെ പരിശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ സംസാരത്തിലും കൂടുതൽ ഉയരത്തിലും ശക്തിയിലും ആയിരിക്കണം നിങ്ങളുടെ പ്രവൃത്തികൾ ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭയത്തെക്കാളും ഉയരത്തിൽ ആയിരിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങളും. ചില സ്വപ്നങ്ങൾ നക്ഷത്രങ്ങളെ പോലെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അവയെ ലഭിച്ചില്ല എന്ന് വരും. എങ്കിലും അവയെ പിന്തുടർന്ന് നേടിയെടുക്കുവാൻ ശ്രമിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് മറ്റൊരു നല്ല ഫലം തന്നെയാവും ലഭിക്കുക. ഒരിക്കലും നല്ല സ്വപ്നങ്ങളെ, അതായത് നല്ല ആഗ്രഹങ്ങളെ വിട്ടുകളയരുത്. അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ 1000 കാരണങ്ങൾ മുന്നിൽ വന്നേക്കാം. പക്ഷേ എന്ത് വന്നാലും ഞാനത് നേടിയിരിക്കും, എനിക്കതിന് സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളതിൽ വിജയിച്ചിരിക്കും. ജീവിതത്തിൽ നന്മകളിലേക്ക്, ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ വേണ്ട ചിറകുകൾ നിങ്ങൾക്ക് നൽകുന്നത് ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ സ്വപ്നങ്ങളാണ്. കാറ്റിൻ്റെ ദിശയനുസരിച്ച് ആകാശത്ത് പട്ടം പറത്തുന്നത് പോലെ നല്ല മാർഗങ്ങളിൽ കൂടി നിങ്ങളുടെ സ്വപ്നങ്ങളെയും പറത്തിവിടുക. അതിനെ പിന്തുടരുക. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾക്കല്ല, ഉണർന്നതിന് ശേഷം ആ സ്വപ്നങ്ങളിൽ
എത്തിച്ചേരുവാൻ നാം ചെയ്യുന്ന ശ്രമങ്ങൾക്കാണ് പ്രാധാന്യം. അതിനാൽ ഇന്നു മുതൽ ഇനി പറയുന്ന കുറച്ചു കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തുടങ്ങുക. വലിയ സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ ഉള്ള വഴികൾ കണ്ടുപിടിക്കുക. ആത്മവിശ്വാസം ഉള്ളവർ ആകുക. ഇച്ഛാശക്തി ഉണ്ടാക്കിയെടുക്കുക. തോൽവിയിൽ തളരാതെ വീണ്ടും പുതിയ മാർഗങ്ങൾ തേടുന്നവർ ആകുക. സ്ഥിരത പുലർത്തുക. അതായത് ഒരിക്കലും പരിശ്രമം നിർത്താതെ തുടർന്നുകൊണ്ടേയിരിക്കുക. കൂടുതൽ ആഗ്രഹിക്കുന്നവർ ആകുക. അതായത് ചന്ദ്രനെ വേണമെന്ന് ആഗ്രഹിച്ചു നീങ്ങിയാൽ നക്ഷത്രങ്ങളെ എങ്കിലും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പരമാവധി സമയം ഉപയോഗപ്പെടുത്തുന്നവർ ആകുക. അതായത് കൃത്യമായ സമയം വയ്ക്കാതെ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക. ഓരോ ദിവസങ്ങളും പുതിയ അവസരങ്ങളാണ്. അത് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. ലക്ഷ്യത്തിലേക്ക് നടന്നു തുടങ്ങുക. ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച എല്ലാ നഷ്ടങ്ങളെയും തോൽവികളെയും മറന്നു കളയുക. അവയിൽ നിന്നും പഠിച്ച പാഠങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പുതിയ നല്ല സ്വപ്നങ്ങൾ കാണൂ, പരിശ്രമിക്കൂ. സ്വപ്നങ്ങളും പരിശ്രമങ്ങളും ഒരുമിക്കുമ്പോഴാണ് വിജയം എന്നത് ഓർക്കുക. നിങ്ങളുടെ എല്ലാ നല്ല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശുഭദിനം.